വളരെ ഇൻട്രസ്റ്റിംഗ് ആൻഡ് അമേസിംഗ് ആയ ഒരു എക്സ്പെരിമെന്റ് ആണ് ചെയ്യാൻ പോകുന്നത്. അതും വെറും രണ്ട് സാധനങ്ങൾ. ഈ രണ്ട് സാധനങ്ങളും മോസ്റ്റ്ലി എല്ലാ ഹൗസസിലും ഉണ്ടാവാറുള്ള സാധനങ്ങളാണ്. പക്ഷെ ഈ ഒരു എക്സ്പെരിമെന്റ് അധികം ആരും ചെയ്തിട്ടുണ്ടാവാൻ ചാൻസ് ഇല്ല കേട്ടോ. അപ്പൊ അതേപോലെ തന്നെ ഇതിന്റെ ഒരു റിസൾട്ട് എന്ന് വരുന്നതും അത് ഭയങ്കര ഷോക്കിംഗ് ആയ ഒരു റിസൾട്ടാണ്. അപ്പൊ നമുക്ക് നമ്മുടെ എക്സ്പെരിമെന്റ് സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ട് സാധനങ്ങള്, ഒന്ന് എഗ്ഗും പിന്നെ കുറച്ച് വിനെഗറും. അപ്പൊ നമ്മൾ ഇനി വേണ്ടത് നമ്മൾ ഈ എക്സ്പെരിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് ഒരു ഗ്ലാസ് ആണ്. ഈ ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്പെറന്റ് ഗ്ലാസ് ആയ അത്രയും നല്ലത്. കാരണം നമ്മൾ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒബ്സർവേഷൻസ് ഒക്കെ നടത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞാൽ ഒരു ട്രാൻസ്പെറന്റ് ഗ്ലാസ് ആയിട്ട് അതാണ് ഞാൻ എടുക്കുന്നത്. നമുക്ക് ഇതിലേക്ക് വിനെഗർ ഒഴിക്കാം. അപ്പൊ വിനെഗർ ഒഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എഗ്ഗ് ഫുള്ളി ഇമ്മേഴ്സ്ഡ് ആവാൻ നേരത്തിൽ നമ്മൾ വിനെഗർ ഒഴിക്കണം. ഇതിലിപ്പോ ഒരു എഗ്ഗ് ഫുള്ളി ഇമ്മേഴ്സ്ഡ് ആവും വിചാരിക്കണം. നമുക്ക് ഇത്രയും എഗ്ഗ് എടുത്തിട്ട് ഇതിലിടാം. അപ്പൊ നമ്മളിതിൽ എഗ്ഗ് എടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് തന്നെ കാണാം, ഇതിലിപ്പോ എന്തെങ്കിലും ഒബ്സർവേഷൻസ് നിങ്ങൾക്ക് എന്തെങ്കിലും കാണാനുണ്ടെങ്കിൽ ചെറുതായി ഒരു ബബിൾ, വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ബബിൾസ് ഇതിന്റെ സർഫസിൽ സ്റ്റിക്കായി വരുന്നുണ്ട്. അതിങ്ങനെ ഓരോന്നോരോന്നായി ഫുൾ സർഫസ് കവർ ചെയ്യാൻ തുടങ്ങുകയാണ്. ഇപ്പോ വേറെ ഒരു ഒബ്സർവേഷൻ ഇപ്പൊ നമുക്ക് കാണാനില്ല. ബബിൾസ് ഇങ്ങനെ വരുന്നുണ്ട് ഇതിന്റെ സർഫസിൽ, ബോഡിയിൽ സ്റ്റിക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ സൈഡിൽ കൂടി കുറെ ബബിൾസ് ഇങ്ങനെ റൈസ് ആവുന്നുണ്ട്. നമുക്ക് ഇതിന്റെ സർഫസിൽ ഫുൾ ബബിൾസ് ഇങ്ങനെ നിറയുന്നത് കാണാം. അത് ഫുൾ റൊട്ടേറ്റ് ചെയ്ത് നോക്കിയാലും നമുക്ക് എല്ലാ സൈഡിലും ഫുൾ ബബിൾസ് കവർ ചെയ്യുന്നത് കാണാം. അതേപോലെ തന്നെ ഇതിൽ സർഫസിൽ അല്ലാതെ തന്നെ കുറെ ബബിൾസ് ഇങ്ങനെ ചെറിയ വളരെ മൈന്യൂട്ടായ ബബിൾസ് ഇങ്ങനെ വന്ന് ഇങ്ങനെ പൊട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ഇത് ഇപ്പൊ നമ്മൾ ഇട്ട സമയത്ത് ഇത് താഴെ ടച്ച് ചെയ്തിട്ടാണ് കിടക്കുന്നത്. അത് അങ്ങനെ തന്നെ ഉണ്ട്. പക്ഷെ എഗ്ഗിന് മാറ്റം വരാൻ തുടങ്ങി. കുറെ ബബിൾസ് ഒക്കെ ഇതിന്റെ ബോഡിയിൽ സ്റ്റിക്ക് ആവുന്നുണ്ട്. ഇട്ടിട്ട് ഏകദേശം ഒരു 15 മിനിറ്റ്സ് ആയിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് കാണാം ഈ വിനെഗറിന്റെ മുകളിലായിട്ട് സർഫേസിലായിട്ട് കുറച്ച് ബബിൾസ് ഇങ്ങനെ വന്നു നിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ഗ്ലാസിന്റെ സൈഡ് വ്യൂ ആണ്. അപ്പൊ നിങ്ങൾക്ക് തന്നെ കാണാം ഈ എഗ്ഗിന്റെ സർഫസിൽ എത്രയോ ബബിൾസ് ഫോം ആയിട്ടുണ്ട്. ഫുൾ ഈ എഗ്ഗിനെ കവർ ആയിരിക്കുകയാണ് ഈ ബബിൾസ്. നിങ്ങൾക്ക് തന്നെ ഫുൾ കാണാം. ഇങ്ങനെ ഫോം ആയിട്ടിരിക്കുകയാണ് ഈ എഗ്ഗിന്റെ ഫുൾ സർഫേസ്. ഓൾമോസ്റ്റ് ഒരു 2.5 hours കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ എഗ്ഗ് ഇട്ടിട്ട്. അപ്പോൾ ഇപ്പൊ സർഫസിൽ ഫുൾ ബബിൾസ് വന്ന് നിറഞ്ഞിട്ടുണ്ട് ഫുൾ സർഫസിലും. അതേപോലെ ഈ എഗ് ഷെല്ലിന് എന്തൊക്കെയോ മാറ്റം വന്നിട്ടുണ്ട്, അത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ ഈ എഗ്ഗ് ഇപ്പൊ സർഫസിൽ ഫ്ലോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഓൾമോസ്റ്റ് മോർ ദാൻ 12 hours ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി ഈ എഗ്ഗ് പുറത്തേക്ക് എടുത്തിട്ട് നോക്കാം. ഈ എഗ് ഷെല്ലിനൊക്കെ നല്ല മാറ്റം വന്നിട്ടുണ്ട്. ഇതിപ്പോ നല്ല സോഫ്റ്റ് ആയിട്ട് ഒരു പാട പോലെ ആയിട്ടുണ്ട്. ഇത് കുറച്ചു നേരം കൂടി ഇട്ടിരുന്നെങ്കിൽ ഇതുകൂടി ഉണ്ടാവായിരുന്നില്ല. എന്തായാലും നമുക്ക് ബാക്കിയുള്ളത് വാഷ് ചെയ്തെടുക്കാം. കാരണം ഇപ്പൊ കഴുകി കഴിഞ്ഞപ്പോ ഈ എഗ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇത് ബൗൺസ് ചെയ്യുന്നത് നമുക്ക് കാണാം. അപ്പൊ നമ്മൾ കണ്ടു, നമ്മൾ ആദ്യം എടുത്ത ആ എഗ് ഇപ്പൊ ഒരു ബൗൺസിംഗ് ബോൾ ടൈപ്പ് ആയി മാറിയിരിക്കുകയാണ്. അപ്പൊ എന്തുകൊണ്ടാവും ഇത് ഇങ്ങനെ ആയിട്ടുണ്ടാവുക നമുക്ക് നോക്കാം. When you soak an egg in vinegar, the eggshell will absorb the acid and break down or dissolve. The calcium carbonate will become carbon dioxide gas, which will go into the air. What is left is the soft tissue that lined the inside of the eggshell. It will bounce. അപ്പൊ നമ്മൾ ഇപ്പൊ ചെയ്ത എക്സ്പെരിമെന്റിന്റെ സയന്റിഫിക് റീസൺ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതേപോലെ ഇത് വീട്ടിൽ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ചെയ്തു നോക്കണം. താങ്ക് യു.